ഹായ്, എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് റിലേഷൻഷിപ്പിൽ കാണാറുണ്ട് പ്രായ വ്യത്യാസം എന്നുള്ളത്. അതായത് ഒരാൾക്ക് നല്ല ഏജ് കൂടുതലായിരിക്കും, മറ്റാൾക്ക് ഏജ് കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് അതിലുള്ള പുരുഷനായിരിക്കും കുറച്ച് ഏജ് കൂടുതലായിട്ട് ഉണ്ടാവുക, സ്ത്രീക്ക് കുറച്ച് ഏജ് കുറവായിരിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഗുണങ്ങളും ദോഷങ്ങളും ഇതിനുണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട്, പക്ഷെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ ദോഷങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പ്രായ വ്യത്യാസം റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പ്രായവ്യത്യാസമുള്ള ആളുകൾക്കാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഏജ് കുറഞ്ഞ ഒരാളെ, ഇപ്പൊ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഒരുപാട് ഏജ് കുറഞ്ഞൊരു സ്ത്രീയാണ് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളതാണ്. ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം അറിഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ ഭാവിയെ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പ്രായ വ്യത്യാസം റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത് പോയിന്റ് എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഏജ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇവരുടെ ഇഷ്ടങ്ങളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഏജ് ഡിഫറൻസ് ഉള്ള ആളുകളിൽ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, തന്നിൽ നിന്നും ഇവർ എത്രത്തോളം ഡിഫറെന്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. അതേസമയം ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ ഏജ് കൂടുതലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സണെ അവരുടെ ഒരുപാട് താഴെയുള്ള, അതായത് അവരുടെ സഹോദരിയായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. മീൻസ് അങ്ങനെ ഒരു സ്നേഹവും കെയറും കൂടി കൊടുക്കും എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സ്വന്തം മോളെ പോലെയൊക്കെ ഇവരെ കെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചിലപ്പോൾ നോക്കുന്നുണ്ടായിരിക്കാം, എങ്കിൽ പോലും അവിടെ കെയറിങ് വളരെയധികം നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഈ പറയുന്ന പോലെ ഏജ് ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഗുണമായിട്ടാണ് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പരസ്പരം ഒരുപാട് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പങ്കിടാനുള്ള ഒരു അവസരമാണ് ഇവർക്ക് കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് പോയിന്റ് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടുപേരുടെ ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. മീൻസ് ഒരുപാട് ഇയേഴ്സ് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇവരുടെ ഹോബീസ് ഇങ്ങനെ എല്ലാ രീതിയിലും ചിന്താഗതി എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം ഈ കാഴ്ചപ്പാടുകൾ പങ്കിടാനുള്ള അവസരം കൂടി ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരുമിച്ച് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്താഗതികളോ അല്ലെങ്കിൽ ഇഷ്ടങ്ങളോ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇത് ഒരുമിച്ചിരുന്ന് ചെയ്യാൻ കൂടി പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കിടാനും അതേപോലെ അതിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കൂടി ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പരസ്പരം പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സെയിം ഏജിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പഠനമോ അല്ലെങ്കിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പങ്കിടൽ ഒരുപക്ഷെ നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇത്രയും നല്ല രീതിയിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ പഠിക്കാന്ന് പറയുമ്പോഴും അവരുടെ ജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള ഒരാളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതേപോലെ കുറച്ചൊരു മെച്യൂർഡായിട്ട് നമുക്ക് എങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു ഏജ് ഡിഫറൻസ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാകുന്ന കുറെ ഗുണങ്ങളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേ ഏജിലുള്ള ആളുകളാണ്, ഒരു 21-22 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ഏജിൽ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. സോ മെച്യൂർഡായിട്ട് ചിന്തിക്കാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ തന്നെ ഒരു ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാലാണ്, ഒരു കുടുംബസ്ഥനോ കുടുംബനാഥയൊക്കെ ആയി കഴിഞ്ഞാലാണ് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് ഇവർക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു മെച്യൂർഡായ രീതിയിൽ ചിന്തിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നു. അതും ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി നമുക്ക് പ്രായവ്യത്യാസം കൊണ്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രായവ്യത്യാസം മൂലം ഉണ്ടാവുന്ന സംഘർഷമാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവർ തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സംഘർഷം, വഴക്കുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഇപ്പൊ അതിലുള്ള പെൺകുട്ടി കുറച്ച് ഏജ് കുറവാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടം ഉണ്ടാവുക ചിലപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിൽ കുറച്ച് മോഡേൺ ആയിട്ട് നടക്കണം എന്നുള്ളതായിരിക്കും. പക്ഷെ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ ആ രീതിയിൽ നടക്കുന്നത് ഇഷ്ടമായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം അയാൾക്ക് കുറച്ച് ഏജ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ആ ഏജിലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് നടക്കുന്നത് ആ രീതിയിലായിരിക്കും അയാളുടെ ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടാലാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇതിന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സോ ഇവർ തമ്മിലുള്ള ഇവരുടെ കാഴ്ചപ്പാടുകൾ എല്ലാം തന്നെ ഡിഫറെന്റ് ആയതുകൊണ്ട് സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രായവ്യത്യാസം മൂലം ഉണ്ടാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജീവിത ശൈലികൾ ഇവിടെ കാണാൻ പറ്റുന്നു. അപ്പൊ ഇതുകൊണ്ടും അവിടെ പ്രശ്നങ്ങൾ വരാം എന്നുള്ളതാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക്, ഞാനൊരു എക്സാമ്പിൾ പറയാനാണ്, ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലിങ്ങനെ ഒതുങ്ങി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ
ആ ഏജ് കുറവുള്ള ആൾ വിചാരിക്കുന്നുണ്ടാവും കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് പുറത്തൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കണം എന്നുള്ളതായിരിക്കും. കാരണം ഇവർ ജീവിച്ചു വരുന്ന ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് ആ രീതിയിലുള്ളതായിരിക്കും. ഇപ്പോൾ ഒരാൾ 25 വയസ്സിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരവിടെ എൻജോയ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നടക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ നേരെ മറിച്ചൊരു 10 വർഷത്തിലെ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റാൾക്ക് 35 ആയിരിക്കും സ്വാഭാവികം. അപ്പൊ ആ 35 വയസ്സുള്ള ഒരാള് ഈ പറയുന്ന പോലെ നാടനായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കും. സോ ഇവിടെ രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകുന്നത് ചെറിയൊരു സംഘർഷമാണ്. അപ്പൊ രണ്ടുപേരുടെയും ജീവിത ശൈലികൾ വ്യത്യസ്തമാണ്. ഇവർ രണ്ടുപേരും ജീവിച്ച് വന്നിരുന്ന ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ശൈലി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടും അവിടെ വഴക്കുകൾ തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെയും പൊരുത്തപ്പെട്ടു പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ അല്ലാത്ത പക്ഷം അവിടെ വഴക്കുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രായവ്യത്യാസം മൂലം ഉണ്ടാകുന്ന കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങൾ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ അവരുടെ ഫ്രീഡത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ മറ്റാൾ ചിലപ്പോൾ ആ ഒരു ഫ്രീഡം അനുവദിച്ച് കൊടുക്കുന്ന ഒരാളായിരിക്കില്ല. അതായത് ഇപ്പോൾ അതിലുള്ള സ്ത്രീ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എൻ്റെതായ ഒരു ഫ്രീഡം ലൈഫ് മീൻസ് ഞാൻ ആഗ്രഹിക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു ലൈഫാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ കുറച്ചുകൂടി ഏജ് കൂടുതലുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്വതന്ത്രമായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എന്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അവൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അതിന് സമ്മതിക്കണം എന്നില്ല. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതി ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ന്യൂജൻ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഏജ് കൂടുതലുള്ള ആൾക്കാർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്താണ് വിചാരിക്കുക എന്നുള്ളത് കൃത്യമായി ചിന്തിക്കുന്ന അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലും പ്രശ്നങ്ങൾ വരുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെ നാട്ടുകാരെയൊക്കെ നോക്കി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നേരെ പോകും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചാലും പ്രശ്നമല്ല, നമ്മുടെ ലൈഫല്ലേ എന്ന് വിചാരിച്ച് പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നമായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും ഗുണങ്ങളും ഈ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഏത് റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, ഏകദേശം രണ്ട് സമാസമാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കുറച്ച് ഏജ് കൂടുതലുള്ള ആളെ ചൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ഏജ് കുറവുള്ള, അതായത് നമ്മളെക്കാൾ ഒരു 4-5 ഏജ് ഡിഫറൻസിൽ വരുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് പോകുന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഞാൻ ഏജ് കൂടുതലുള്ള ആ റിലേഷൻഷിപ്പുകളെ മോശമായിട്ട് പറയുന്നതോ അവരെ സപ്പോർട്ട് ചെയ്യാത്തതോ അല്ല. ഇനിയിപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എടുത്താൽ മതി. അങ്ങനെയല്ല ഇപ്പം നിലവിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെയിം ഏജിലുള്ള ആളുകളോ അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു ഏജ് ഡിഫറൻസിലുള്ള ആളുകളോ ജീവിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. എങ്കിലും വളരെ റെയർ ആയിട്ടൊക്കെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ പലരിലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു ഏജ് ഡിഫറൻസ് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ തീരുമാനിക്കാം എങ്ങനെയുള്ള ആളെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നുള്ളത്. ഏജ് ഡിഫറൻസ് ഉള്ളത് ഒരു വലിയ പ്രശ്നമല്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. രണ്ടുപേരും മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അതൊരു വലിയൊരു കാര്യമായിട്ട് വരികയില്ല. സോ നിങ്ങളുടെ ചിന്താഗതിയിലാണ് കാര്യം ഇരിക്കുന്നത്. നല്ല രീതിയിൽ ചിന്തിക്കുക, നന്നായി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്